നമ്മുടെ നാട്ടിൽ വൃദ്ധ മാതാപിതാക്കളും സ്ത്രീകളുമൊക്കെ തനിച്ചു താമസിക്കുന്ന നിരവധി വീടുകളുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് മക്കൾ കുടിയേറിയതോടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട അച്ഛനമ്മമാർ, പങ്കാളിയുടെ മരണശേഷം തനിച്ചായവർ, വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, പ്രായമാകുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല. ഇങ്ങനെയുള്ള വയോധികരുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഒരു ചോദ്യചിഹ്നമാണ്. തനിച്ച് താമസിക്കുന്ന സ്ത്രീകളുടെ വീടുകൾ ലക്ഷ്യമിട്ട് കവർച്ചാ സംഘങ്ങൾ കറങ്ങി നടക്കുന്നുണ്ട്. ആലപ്പുഴ അമ്പലപ്പുഴയിൽ 58-കാരിയെ കൊലപ്പെടുത്തിയത് കവർച്ചയ്ക്കിടെയാണ്. ചെമ്പകപ്പള്ളി സ്വദേശിനി റംലത്തിനെ കൊലപ്പെടുത്തിയ കേസും, ഇടുക്കിയിൽ മദ്യലഹരിയിൽ യുവാവ് മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നാട്ടുകാർക്ക് ഇപ്പോഴും ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. അടുത്തടുത്തായി നിരവധി വീടുകളുണ്ട്. എന്നാൽ ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന റംലത്തിനെ രാത്രിയിൽ കൊലപ്പെടുത്തിയത് അയൽവാസികൾ പോലും അറിഞ്ഞത് പിറ്റേന്ന് വൈകുന്നേരമാണ്. വീട്ടമ്മയെ പകൽ വീടിന് പുറത്ത് കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ബന്ധുക്കളായ സ്ത്രീകളാണ് മൃതദേഹം ആദ്യം കണ്ടത്. സമീപത്ത് മുളകുപൊടി വിതറിയ നിലയിൽ. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ റംലത്തിൻ്റെ മാലയും വളയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. മോഷണത്തിനിടെയുള്ള കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം. പുറക്കാട് പഞ്ചായത്ത് 12-ാം വാർഡ് തോട്ടപ്പള്ളി ഒറ്റപ്പനപ്പള്ളിക്ക് സമീപം ചെമ്പകപ്പള്ളിയിൽ റംലത്തിനെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 4:30യോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഇവരുടെ പെൻഷൻ കാര്യത്തിനായി തോട്ടപ്പള്ളി മുസ്ലിം ജമാഅത്തിലെ ജീവനക്കാരനായ അബൂബക്കർ രാവിലെ 10ഓടെ വീട്ടിലെത്തിയെങ്കിലും വീട് അടച്ചിട്ടിരിക്കുന്നതിനാൽ തിരിച്ചുപോയി. വൈകിട്ട് ബന്ധുക്കളായ സ്ത്രീകൾ കാണാനെത്തിയപ്പോഴും മുൻവശത്തെ വാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു. തുടർന്ന് ഇവർ അടുക്കള ഭാഗത്തെത്തിയപ്പോൾ വാതിൽ തുറന്ന നിലയിൽ കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ കട്ടിലിൽ മൃതദേഹം കണ്ടത്. ഇത് പള്ളിയിൽ ലെറ്റർ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നേ. അന്നേരം കതവ് അടച്ചിട്ടുണ്ട്, തുറക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. പിന്നെ ഞാൻ ഞങ്ങൾ തിരിച്ചു പോയി. ഞാൻ പിന്നെയും നോക്കിയിട്ട് തുറന്നിട്ട് എന്നറിയാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് പോയില്ലേ. ലാസ്റ്റ് ഒരു 3 മണിയപ്പം ഈ വീട്ടിൽ വന്നില്ല. ആ കതവ് തുറക്കുന്നില്ല, എന്നറിയാൻ പാടില്ല. ലാസ്റ്റ് അവിടുത്തെ പെണ്ണു ഞാനും കൂടെ വന്ന് പിന്നെ തട്ടിയിട്ട് തുറക്കുന്നില്ല. സമീപത്ത് മുളകുപൊടി വിതറിയ നിലയിൽ കണ്ടെത്തി. വിവരമറിയിച്ചതിനെ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വീടിന്റെ പിൻവാതിൽ ചവിട്ടി തുറന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. റംലത്തിന്റെ മാലയും വളയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. മോഷണശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അടുത്തുള്ള ഒരു വീട്ടിൽ ജോലിക്ക് പോയാണ് റംലത്ത് കഴിഞ്ഞിരുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ലഹരിക്കടിമകളായ മക്കളെക്കുറിച്ച് ഓർത്ത് കണ്ണീര് കുടിക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട് ഈ നാട്ടിൽ. പലപ്പോഴും മദ്യത്തിൻ്റെയും ലഹരിയുടെയും ദുരന്തം അനുഭവിക്കുന്നത് അച്ഛനമ്മമാരാണ്. ഇടുക്കി രാജാക്കാട് മദ്യലഹരിയിൽ യുവാവ് കാട്ടിക്കൂട്ടിയ പരാക്രമത്തെക്കുറിച്ച് കേട്ടാൽ തന്നെ ഭയം തോന്നും. രാജാക്കാട് സ്വദേശി സുധീഷ് മദ്യലഹരിയിൽ അമ്മയെ മർദ്ദിച്ചു. തടയാൻ ശ്രമിച്ച അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ പ്രതി സുധീഷിനെ ഉടുമ്പൻചോല പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ അച്ഛൻ മധു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. രാത്രിയിൽ മദ്യപിച്ച് വീട്ടിലെത്തിയ രാജാക്കാട് ആത്മാവ് സിറ്റി സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ സുധീഷ് അമ്മയെ മർദ്ദിക്കുകയായിരുന്നു. ഇത് കണ്ട് തടയാൻ ശ്രമിച്ച അച്ഛൻ മധുവിനെയും സുധീഷ് മർദ്ദിക്കുകയും തുടർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു.
അവശനായി നിലത്ത് വീണ മധുവിനെ നാട്ടുകാർ ആദ്യം രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതി സുധീഷിനെ ഉടുമ്പൻചോല പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കുടുംബ പ്രശ്നങ്ങൾ കാരണം പല വീടുകളും ചോരക്കളമാവുകയാണ്. അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വഴക്കും തർക്കവും ആക്രമണത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്ന കാഴ്ച പതിവായി കാണുന്നുണ്ട്. തിരുവനന്തപുരം ആര്യനാട് സഹോദരി ഭർത്താവിനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വാക്കുതർക്കത്തെ തുടർന്നാണ്. കേസിൽ പ്രതി കൊക്ക് ഷിജു എന്ന് വിളിക്കുന്ന സിജുകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കൊക്ക് ഷിജു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആര്യനാട് തോളൂർ സ്വദേശിയായ രതീഷിനെയാണ് പ്രതി കൊക്കു ഷിജു എന്ന് വിളിക്കുന്ന ഷിജുകുമാർ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ഈ മാസം 4-ന് രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ആര്യനാട് തോളൂർ മുതുവണ്ടാൻകുഴി LP സ്കൂളിന് സമീപമുള്ള വിമലാ ഭവനിൽ അതിക്രമിച്ചു കയറിയാണ് ഷിജുകുമാർ ആക്രമണം നടത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഷിജു രതീഷിനെ ഗുരുതരമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. ആക്രമണശേഷം ഷിജു ഒളിവിൽ പോയിരുന്നു. നിരവധി വധശ്രമ കേസുകളിൽ പ്രതിയായ ഇയാൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശൻ KSന്റെ നിർദ്ദേശാനുസരണം ആര്യനാട് ഇൻസ്പെക്ടർ ശ്യാംരാജ് J നായരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ഷാഡോ ടീം അംഗങ്ങളായ SI ഹരിലാൽ, SCPO ഷിബു എന്നിവരും ആര്യനാട് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ മനോജ്, രാജേഷ്, രഞ്ജിത്ത് എന്നിവരുമടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപകർ 3-ാം മുറ പ്രയോഗം നടപ്പാക്കിയിരുന്നൊരു കാലമുണ്ട്. അന്നൊക്കെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് കണക്കിന് തല്ലുവാങ്ങിയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. അക്കാലത്ത് ഒരുതരം കാട്ടുനീതിയാണ് സ്കൂളുകളിൽ നടപ്പാക്കിയിരുന്നത്. പിന്നീട് കുട്ടികളുടെ കാര്യത്തിൽ കർശനമായ നിയമങ്ങൾ വന്നു. എന്നിട്ടും സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ അകാരണമായി തല്ലിച്ചതയ്ക്കുന്ന അധ്യാപകരുണ്ട്. കാസർഗോഡ് കുണ്ടൻകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ കർണപുടം അടിച്ചു പൊട്ടിച്ചതായി പരാതി. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽക്കല്ല് കാലുകൊണ്ട് നീക്കിയെന്ന് പറഞ്ഞ് പ്രധാന അധ്യാപകനാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. അതേസമയം കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പ്രധാന അധ്യാപകന്റെ വിശദീകരണം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. ചെവിക്ക് പരിക്കേറ്റ കുട്ടി വീട്ടിൽ വിശ്രമത്തിലാണ്. ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതായി അമ്മ പറയുന്നു. അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ചരൽക്കല്ല് കാലുകൊണ്ട് നീക്കിയെന്ന കാരണത്താലാണ് കുട്ടിയെ അടിച്ചത്. അസംബ്ലി നടക്കുന്നതിനിടെ കുട്ടിയെ മുന്നിലേക്ക് വിളിച്ച് വിദ്യാർത്ഥികളുടെ എല്ലാം മുന്നിൽ വെച്ച് കോളറിൽ പിടിച്ചുവെന്നും കരണത്ത് അടിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. മകൻ സ്കൂളിന് അസംബ്ലിയില് പിന്നെ ഇതിന്റെ ചരലുണ്ടായിന്. ചരലിങ്ങനെ നീക്കുമ്പോ പിന്നെ HM ഓനെ മുമ്പിലോട്ട് വിളിച്ചിട്ട് കോളർ പിടിച്ചിട്ട് അടിച്ചു. എന്ത് ചെയ്യുന്നുണ്ടായിന് ചോദ്യം ചോദിച്ചിട്ടാ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലുള്ള 700 കൂടുതലും പിള്ളേരുണ്ടാവും. അവരെ മുമ്പിൽ വെച്ചാണ് തല്ലിയത്. PTA പ്രസിഡന്റും അധ്യാപകരും ഒത്തുതീർപ്പിന് സമീപിച്ചുവെന്നും പണം വാഗ്ദാനം ചെയ്തെന്നും ആക്ഷേപമുണ്ട്. അതേസമയം കുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് പ്രധാന അധ്യാപകന്റെ വിശദീകരണം. കുട്ടി അസംബ്ലിയിൽ അച്ചടക്കമില്ലാതെ പെരുമാറിയതിനാൽ വിളിച്ച് ശാസിക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രധാന അധ്യാപകൻ പറയുന്നു. സംഭവത്തിൽ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല.
ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിൽ പോക്സോ കേസ് പ്രതി, തമിഴ്നാട്ടിൽ കാഷായ വസ്ത്രം ധരിച്ച സന്യാസി, പാലക്കാട് ചിറ്റലഞ്ചേരി സ്വദേശി ശിവകുമാർ ആള് വല്ലാത്ത വിരുദ്ധനാണ്. 4 വർഷം മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇയാളെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിൽ വിചാരണ നടക്കുന്നതിനിടെ പ്രതി ഒളിവിൽ പോയി. ശിവകുമാറിന് വേണ്ടി ആലത്തൂർ പോലീസ് സംസ്ഥാനത്തും പുറത്തുമെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. അപ്പോഴേക്ക് ഇയാൾ താടിയും മുടിയും നീട്ടി വളർത്തി തമിഴ്നാട്ടിലൊരു സന്യാസിയായി മാറിയിരുന്നു. പോലീസ് സംഘം വേഷം മാറി വിവിധ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ താമസിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി വലയിലായി. മാസങ്ങളായി മൊബൈൽ ഉപയോഗിക്കാതെ നാട്ടുകാരും വീട്ടുകാരുമായി ഒരു ബന്ധവും പുലർത്താതെയായിരുന്നു ശിവകുമാറിൻ്റെ ഒളിജീവിതം. രണ്ടായിരത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലെ പ്രതിയാണ് 54-കാരനായ ശിവകുമാർ. പാലക്കാട് പോക്സോ കോടതിയിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പ്രതി വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കവേ ശിക്ഷിക്കപ്പെടും എന്ന് ഭയന്നുകൊണ്ട് ഒളിവിൽ പോവുകയായിരുന്നു. 8 മാസമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെയും നാട്ടുകാരും വീട്ടുകാരുമായി ഒരു ബന്ധവും പുലർത്താതെയും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, ആലത്തൂർ ഡിവൈഎസ്പി ഉണ്ണികൃഷ്ണൻ TN, സബ് ഇൻസ്പെക്ടർമാരായ വിവേക് നാരായണൻ, ജിതിൻ കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മിഥുൻ, റിനു എന്നിവർ അടങ്ങിയ സംഘമാണ് തമിഴ്നാട് പെരുവണ്ണാമലയിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാഷായ വസ്ത്രം ധരിച്ച് താടിയും മുടിയും വളർത്തി ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ വേഷപ്രച്ഛന്നനായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. സന്യാസിയാണെന്ന വ്യാജേനയാണ് ശിവകുമാർ തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ കഴിഞ്ഞിരുന്നത്. പോലീസ് സംഘം വേഷം മാറി അമ്പലങ്ങളിലും മറ്റും താമസിച്ച് ഏറെ നാൾ നീണ്ട കഠിന പ്രയത്നത്തിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒളിവിൽ പോയ ശിവകുമാറിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്തത് പോലീസിന് ഏറെ തലവേദനയുണ്ടാക്കിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയക്കെണിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എങ്കിലും ഈ നാട്ടിലെ പെൺകുട്ടികൾ പാഠം പഠിക്കില്ല. കൊല്ലം കടക്കലിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ യുവാവ് കാറിൽ കയറ്റിക്കൊണ്ടുപോയി വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പരാതി നൽകിയതോടെയാണ് പ്രണയച്ചതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ പെൺകുട്ടിയെ യുവാവ് പുലർച്ചെ കാറിൽ വീട്ടിലെത്തിക്കുകയും ചെയ്തു. കേസിൽ മുതയിൽ സ്വദേശി മുബീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ കാറിൽ കയറ്റി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി വെമ്പായത്തെത്തിച്ചു. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ പിറ്റേ ദിവസം പുലർച്ചെ കുട്ടിയെ കാറിൽ കൊണ്ടുവന്ന് വീടിന് മുന്നിൽ ഇറക്കിവിട്ട ശേഷം മുബീൻ കടന്നു കളയുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പല ദിവസങ്ങളിൽ മുബീൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നതായി കുട്ടി പോലീസിന് മൊഴി നൽകി. തട്ടിക്കൊണ്ടുപോകൽ, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്താണ് പോലീസ് മുബീനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഞ്ചാവ് വിൽപ്പന നടത്തിയതിനും ഉപയോഗിച്ചതിനും മുബീനെതിരെ 5 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 കൊട്ടാരക്കര. കൊലപാതക പരമ്പര നടന്ന ധർമ്മസ്ഥലയിൽ നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ചോര വീണിട്ടുണ്ട്. അതിൽ തുടക്കം മുതൽ കേട്ട പേരുകളാണ് MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ടും സൗജന്യയും. ഈ പെൺകുട്ടികളുടെ കുടുംബം നീതി തേടി നിയമ പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിനിടെ ഇവർക്ക് നേരെ ഭീഷണിയും ആക്രമണവും ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അനന്യയുടെ അമ്മയ്ക്ക് നേരെ സൈബർ ആക്രമണവും. മകളുടെ തിരോധാനം സംബന്ധിച്ച് SITക്ക് പരാതി നൽകിയ അമ്മ സുജാത ഭട്ടിനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്താൻ വരെ ശ്രമം നടക്കുന്നു. വ്യാജ പരാതി നൽകിയതിനെ തുടർന്ന് ഇവർ നാട് വിട്ടുപോയെന്നും മകളുടെ ഫോട്ടോ പുറത്തുവിടാൻ തയ്യാറാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നുമാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വിമർശനം. ഇതേ തുടർന്ന് അഭിഭാഷകർക്കൊപ്പം എത്തി സുജാത ഭട്ട് മകളുടെ ഫോട്ടോ പുറത്തുവിട്ടു. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 2003 ഡിസംബറിൽ ധർമ്മസ്ഥലയിൽ നിന്നും കാണാതായെന്നാണ് അമ്മ സുജാത ഭട്ടിന്റെ പരാതി. സഹപാഠികൾക്കൊപ്പം ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ കാണാതായെന്നാണ് SITക്ക് നൽകിയ പരാതിയിൽ ഇവർ പറയുന്നത്. മകളുടെ തിരോധാനം അന്വേഷിക്കാൻ എത്തിയപ്പോൾ തനിക്കു നേരെ അതിക്രൂരമായ ആക്രമണം ഉണ്ടായതായും മുൻ CBI ഉദ്യോഗസ്ഥയായ സുജാതയുടെ പരാതിയിൽ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായി 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്ന് മകളുടെ തിരോധാനം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും ഇവരുടെ പരാതിയിലുണ്ട്. ഈ കേസിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സുജാത ഭട്ടിന് നേരെ വ്യാപകമായി സൈബർ ആക്രമണം നടക്കുന്നത്. പരാതി വ്യാജമാണെന്നും എന്തുകൊണ്ട് മകളുടെ ഫോട്ടോ പുറത്തുവിടാൻ ഇവർ തയ്യാറാകാത്തതെന്നും ആരോപിച്ചാണ് സൈബർ ആക്രമണം. ഇതേ തുടർന്ന് സുജാത ഭട്ട് അഭിഭാഷകൻ ധനഞ്ജയനൊപ്പം എത്തിയാണ് ഫോട്ടോ പുറത്തുവിട്ടത്. മകളുടെ ഫോട്ടോ അന്വേഷണ ഏജൻസിക്ക് നേരത്തെ തന്നെ നൽകിയതായും സുജാത വ്യക്തമാക്കി. താൻ നാട് വിട്ടു പോയിട്ടില്ലെന്നും മകളുടെ തിരോധാനത്തിൽ SIT അന്വേഷണം നടത്തി ഉത്തരം കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അന്ത്യകർമ്മം ചെയ്യാൻ മകളുടെ അസ്ഥിയെങ്കിലും കണ്ടെത്തി തരണമെന്ന് ವಿಡಿಯೋಯಿಲೋಡಿ ಸುಜಾತ ಆವರ್ತಿക്കുന്നു. ದಯವಿಟ್ಟು ಸುಜಾತ ಭಟ್ ಎಲ್ಲೂ ಹೋಗಲಿಲ್ಲ, ಇಲ್ಲೇ ಇದ್ದಾರೆ. ಎಲ್ಲಿ ಇರಬೇಕಾಗಿರುವ ಜಾಗದಲ್ಲಿ ಅಲ್ಲಿದ್ದಾರೆ. ಇವರಿಗೆ ಬೇರೆ ಏನು ಕೆಲಸ ಇಲ್ಲ. ಸುಜಾತ ಭಟ್ ಕಾಣೆಯಾಗಿದ್ದಾರೆ ಅನ್ನುವಂಥದ್ದನ್ನ ಹೇಳಿಕೊಂಡು ನ್ಯೂಸ್ ಚಾನೆಲ್ ಅಲ್ಲಿ ಎಲ್ಲ ಸ್ಯಾಟಲೈಟ್ ಚಾನೆಲ್ನವರು ಇದು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ದಯವಿಟ್ಟು ಸುಜಾತ್, ನಾನು ಕೇಳ್ತಾ ಇರೋದು ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜರ ಅಷ್ಟೇ. ಸಿಕ್ಕಿದ್ರೆ ಕೊಡಿ, DNA ಮ್ಯಾಚ್ ಆಗಿದ್ರೆ ನನ್ನ ಮಗಳ ಅಸ್ಥಿ ಪಂಜರ ಕೊಟ್ಟರೆ ನಾನು ಅದನ್ನು ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ, ಸನಾತನ ಹಿಂದೂ ಸಾಂಪ್ರದಾಯಿಕ ಪ್ರಕಾರ ನಾನು ಮಾಡಬೇಕು ಅನ್ನುವಂಥ ಒಂದು ಇದರಲ್ಲಿ ಇದ್ದೀನಿ. ഇതിനിടയിൽ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തൽ കേസിൽ തിങ്കളാഴ്ച കർണാടക നിയമസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി G. പരമേശ്വര വിശദാംശങ്ങൾ പങ്കുവച്ചേക്കും. ക്ഷേത്രത്തെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷത്തു നിന്നുൾപ്പെടെ വിമർശനം ശക്തമായതോടെയാണ് തീരുമാനം. SITയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും വൈകാതെ കോടതിയിൽ സമർപ്പിച്ചേക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടരന്വേഷണം സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കുക. ജൂലൈ 3-നാണ് മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. 1995-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്നതായി വ്യക്തമാക്കിയ ഇയാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം മൃതദേഹങ്ങൾ സൂപ്പർവൈസർമാരുടെ ഭീഷണിയെ തുടർന്ന് വിവിധയിടങ്ങളിൽ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊഴി. ജൂലൈ 11-നാണ് സാക്ഷിയുടെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയത്. ജൂലൈ 19-നാണ് കേസന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 17 ഇടങ്ങളിൽ ഇതുവരെ മണ്ണ് നീക്കി പരിശോധന നടത്തി. ഇതിൽ 6ാമത്തെ പോയിന്റിലാണ് നിർണായകമായ തെളിവ് ലഭിച്ചത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിന് സ്ഥിരീകരണമില്ല. സീൽ ചെയ്ത കവറിലായിരിക്കും SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. പരിശോധനയിൽ കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ന്യൂസ് 18 ധർമ്മസ്ഥല. വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതിന് കാരണം സാമ്പത്തിക ഇടപാട് മാത്രമാണോ?
കള്ളപ്പണ ഇടപാടുകളും വാഹനമോഷണവും അടക്കമുള്ള വലിയ ഇടപാടുകൾ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതോടെ കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ പങ്കും പുറത്തുവന്നു. ഹേമചന്ദ്രൻ കൊലക്കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ബത്തേരി സ്വദേശി വെൽബിൻ മാത്യുവാണ് അറസ്റ്റിലായത്. ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. കൊല്ലപ്പെട്ട ഹേമചന്ദ്രന്റെ കാറും ബൈക്കും പോലീസ് ബത്തേരിയിൽ നിന്നും കണ്ടെടുത്തു. മാർച്ചിലാണ് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. കള്ളപ്പണ ഇടപാടുകളും വാഹനമോഷണവും അടക്കമുള്ള വലിയ ഇടപാടുകൾ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. മുഖ്യപ്രതി നൌഷാദ്, കൂട്ടുപ്രതികളായ ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ബത്തേരി സ്വദേശി വെൽബിൻ മാത്യുവിനെയാണ് ഒടുവിൽ പിടികൂടിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് മായനാട്ടെ വാടക വീട്ടിൽ 2 വർഷത്തോളമായി താമസിക്കുകയായിരുന്ന ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ 2024 മാർച്ച് 20-നാണ് കാണാതായത്. മാർച്ച് 22-ന് കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. തമിഴ്നാട്ടിലെ ചേരമ്പാടി റിസർവ് വനത്തിൽ കുഴിച്ചിട്ട നിലയിൽ അടുത്തിടെയാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത്. ക്രൂരമായ മർദ്ദനത്തിനു ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ന്യൂസ് 18 വയനാട്. റീൽസും ഷോർട്ട് ഫിലിമും ചിത്രീകരിക്കാനെന്ന പേരിലാണ് കണ്ണൂർ എടയന്നൂരിലെ ലോഡ്ജിൽ ഒരു സംഘം യുവാക്കൾ മുറിയെടുത്തത്. സംശയം തോന്നാതിരിക്കാൻ കാമുകിയെയും കൂടെ കൂട്ടി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതൽ ഇവരെ കാണാനായി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി യുവാക്കൾ എത്തിത്തുടങ്ങി. ഇതേ തുടർന്ന് സംശയം തോന്നിയ നാട്ടുകാരിൽ ചിലർ പോലീസിൽ വിവരം നൽകിയതോടെ വൻ ലഹരി മാഫിയ സംഘം വലയിലാകുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. മട്ടന്നൂർ പോലീസിൻ്റെയും ഡാൻസ് ഓഫ് സംഘത്തിൻ്റെയും അപ്രതീക്ഷിത റെയ്ഡിൽ ഇവരിൽ നിന്നും 25 ഗ്രാം MDMA കണ്ടെടുത്തു. ആകാശ് തില്ലങ്കരിയുടെ അടുത്ത സുഹൃത്താണ് പിടിയിലായ സഞ്ജയ്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചാലോടുള്ള ലോഡ്ജിൽ പോലീസ് പരിശോധന നടത്തിയത്. ഷുഹൈബ് വധക്കേസിലെ പ്രതിയാണ് പിടിയിലായിരിക്കുന്ന സഞ്ജയ്. ഏച്ചൂർ മുണ്ടേരിയിലെ രചന രമേശ്, കൂട്ടാളികളായ എടയന്നൂരിലെ MP മജ്നാസ്, കണ്ണൂർ സിറ്റി തയ്യിലിലെ MK മുഹമ്മദ് റനീസ്, ചാല കൊയ്യോട് സ്വദേശി PK സഹദ്, പഴയങ്ങാടിയിലെ K ഷുഹൈബ് എന്നിവരും പിടിയിലായി. 27.82 ഗ്രാം MDMA ആണ് പിടിച്ചത്. മട്ടന്നൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയിലെ മുഖ്യകണ്ണികളാണ് ഇവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആവശ്യക്കാരെ ലോഡ്ജിലെത്തിച്ച് അവിടെ നിന്ന് ലഹരി കൈമാറുകയായിരുന്നു പതിവ്. ബംഗളൂരിൽ നിന്നും വൻതോതിൽ ലഹരി മരുന്ന് കടത്തിക്കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതികൾ. ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിരവധി ഇടപാടുകാരുടെ ഫോൺ നമ്പറുകളും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 20-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇടപാടുകാരിലേറെയും. റീൽസും ഷോർട്ട് ഫിലിമും ചിത്രീകരിക്കാനെന്ന് പറഞ്ഞാണ് നാട്ടുകാരനായ സഞ്ജയ്, MP മജ്നാസ് എന്നിവർ ലോഡ്ജിൽ മുറിയെടുത്തത്. ബൈക്കിലും കാറിലുമായി നിരവധി യുവാക്കൾ വന്നു പോകുന്നതിൽ സംശയം തോന്നി നാട്ടുകാരിൽ ചിലരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. 6 പേരെയും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ വടകര NDPS കോടതിയിലാകും നടക്കുക. ന്യൂസ് 18 കണ്ണൂർ. കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി നൈജീരിയൻ സ്വദേശി ഡുമോലേനിൻ രാജ്യാന്തര മയക്കുമരുന്ന് മാഫിയയുടെ ഏജന്റാണ്. 2 മാസം മുൻപ് തിരുവനന്തപുരത്ത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന MDMA പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിലാണ് ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. അന്ന് പിടിയിലായ ശ്രീകാന്തിനും സിൽവസ്റ്ററിനും ലഹരി നൽകിയത്
ഈ നൈജീരിയൻ പൗരനായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം ഡാൻസ് ഓഫ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഈ വർഷം ജൂണിലാണ് ബംഗളൂരുവിൽ നിന്നും ട്രെയിൻ മാർഗം വിൽപ്പനയ്ക്കായി ഇലക്ട്രോണിക് ഡിവൈസിനുള്ളിൽ കടത്തിക്കൊണ്ടുവന്ന 108.77 ഗ്രാം MDMA-യുമായി ശ്രീകാന്ത്, സിൽവർ സ്റ്റാർ എന്നിവരെ വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ നൈജീരിയൻ സ്വദേശിയിൽ നിന്നുമാണ് MDMA വാങ്ങിയതെന്ന് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി. തുടർന്ന് തിരുവനന്തപുരം സിറ്റി CIG തോംസൺ ജോസ് IPS, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരായ ഹറാഷ്ടി IPS, നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS എന്നിവരുടെ നിർദ്ദേശാനുസരണം ഡാൻസ് ഓഫ് സംഘം ബംഗളൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബംഗളൂരുവിലെ ബാബപ്ര ലേഔട്ടിൽ വെച്ച് 38-കാരനായ നൈജീരിയൻ സ്വദേശി ഡുമോ ലയണലിനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് ലഹരിമരുന്ന് എത്തിച്ച് കച്ചവടം നടത്തുന്നവരിൽ പ്രധാനിയാണ്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ അനിരൂപ അറസ്റ്റിന്റെ നേതൃത്വത്തിൽ SHO ഷാനിഫ്, ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ അജേഷ് കുമാർ, ഗ്രേഡ് SI സാബു, CPOമാരായ നസീമുദ്ദീൻ, ഷാജി, രഞ്ജിത്ത്, ഷിബി T നായർ, വരുൺ ഘോഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ചാലിശ്ശേരിയിലെ വാടക വീട് ലഹരി മാഫിയയുടെ പ്രധാന കേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് ജില്ലയിലെ പലയിടങ്ങളിലേക്കും MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഒഴുകുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇവിടെ മിന്നൽ റെയ്ഡ് നടന്നു. 69 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ പൊക്കുകയും ചെയ്തു. തൃശൂർ വടക്കേക്കാട് സ്വദേശി ജാസിർ വാടകയ്ക്കെടുത്ത വീട്ടിലായിരുന്നു ലഹരി വിൽപ്പന. ഇയാളെ പിടികൂടാനായിട്ടില്ല. അതേസമയം വാളയാറിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 98 ഗ്രാം MDMA-യുമായി ആലുവ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി നരിമട എന്ന സ്ഥലത്ത് വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു MDMA ഉപയോഗവും വിൽപ്പനയും. പരുതൂർ മുക്കിലപ്പീടിക സ്വദേശി ഷറഫുദ്ദീൻ, ചാലിശ്ശേരി സ്വദേശി നിയാസ് എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലിശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. MDMA സൂക്ഷിക്കാനുള്ള കവറുകൾ, ഉപയോഗിക്കാനുള്ള ഗ്ലാസ് പമ്പ് സെറ്റ്, വിൽപ്പന നടത്തി ലഭിച്ച 14,000-ഓളം രൂപ എന്നിവയും പോലീസ് കണ്ടെടുത്തു. വീട് വാടകയ്ക്കെടുത്ത ജാസിർ പോലീസ് എത്തിയ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല. നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് 3750 പാക്കറ്റും ഇവരിൽ നിന്ന് പിടികൂടി. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ലഹരിമരുന്ന് വിൽപ്പന. പ്രതികളെ പട്ടാമ്പി മജിസ്ട്രേറ്റിന്റെ ചുമതലയുള്ള പാലക്കാട് കോടതിയിൽ ഹാജരാക്കും. ജാസിറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 98 ഗ്രാം MDMA പിടികൂടി. ആലുവ സ്വദേശി റിച്ചാർഡ് ചെറിയാനാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇയാൾ ലഹരിമരുന്ന് കൊണ്ടുവന്നത് കോയമ്പത്തൂരിൽ നിന്നുമാണ്. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ലഹരിമരുന്ന് പിടികൂടിയത്. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂർ പയ്യന്നൂരിൽ സദാചാര പോലീസുകാർ വിലസുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ സദാചാര പോലീസ് ചമഞ്ഞ് ആക്രമിച്ച് പണം കവർന്നതാണ് ഒടുവിലത്തെ സംഭവം. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ്
ചെറുകുന്നിലെ അന്നപൂർണ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ രാമകൃഷ്ണനെ ആക്രമിച്ച് 2 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത്. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ CK രാമകൃഷ്ണനാണ് ആക്രമണത്തിന് ഇരയായത്. ഇയാളിൽ നിന്നും 2,50,400 രൂപ സംഘം തട്ടിയെടുത്തു. ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ചു വീഴ്ത്തി പണമടങ്ങിയ ബാഗുമായി കടന്നുകളയുകയായിരുന്നു. ഗ്യാസ് ഏജൻസി ഓഫീസിലെ കളക്ഷൻ തുക വൈകിട്ട് രാമകൃഷ്ണൻ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാറാണ് പതിവ്. ഇത് അറിയാവുന്നവരാണ് കവർച്ച നടത്തിയതെന്ന് സംശയിക്കുന്നു. 7:30 കാണും. 7 കാണും. എത്ര ആളുടെ? 2 ആള്. 2 ആൾ. കയ്യിൽ പൈസ ഉണ്ടായി. എന്തിടുക? ബൈക്കിൽ നിന്ന് തട്ടിയിടുക? എല്ലാം എടുത്ത് വിരിച്ച് ഇട്ട് പൈസ ഞാൻ മുറുക്ക പിടിച്ചു. അപ്പോൾ പൈസ തട്ടിപ്പറിച്ച് ഓടുമ്പോൾ ഞാൻ ബാക്കിൽ പോയിട്ട് അപ്പോൾ ഞാൻ മറിഞ്ഞു പോവുകയായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് വന്നു. പൈസ നാളെ ബാങ്കിൽ അടക്കാൻ വേണ്ടി കളക്ഷൻ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകും വഴി വീടിന് സമീപത്തുള്ള ഇടറോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. റോഡിൽ തടഞ്ഞു നിർത്തി കഞ്ചാവ് വിൽപ്പനക്കാരൻ അല്ലേ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുകയും ബാഗ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ബലമായി ബാഗിനുള്ളിലെ പണം കവർന്ന് കടന്നുകളയുകയായിരുന്നു. എൻ്റെ തട്ടിപ്പറിക്കാൻ ഞാൻ അതിൽ തുറന്നിട്ട് മൊബൈലും ക്യാഷും കൈമിൽ മുറുക്ക പിടിച്ചു. ബാഗ് മുറുക്ക പിടിക്കുമ്പോൾ പൈസ മാത്രം എടുത്തിട്ട് ഓടുമ്പോൾ ഞാൻ ബാക്കിൽ തന്നെ പോയിട്ട് എടുത്തിൻ്റെ ഷർട്ട് കിട്ടുമ്പം വിഷമ ഷർട്ട് തൊട്ട് മുമ്പിൽ കല്ലിലേക്ക് തന്നെ കൊണ്ടിട്ട് ഇവർ ബൈക്ക് എടുത്തിട്ട് ഓടിക്കുന്ന സമയമുണ്ട്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അല്ല അന്നേരം തന്നെ സ്റ്റാർട്ടാക്കി വെച്ചു. പിന്തുടർന്നോടിയ രാമകൃഷ്ണനെ ഇവർ തള്ളി വീഴ്ത്തി. വീഴ്ചയിൽ കല്ലിൽ ഇടിച്ച് രാമകൃഷ്ണന് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. റോഡിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായാൽ പരമാവധി ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. തലയ്ക്ക് വെളിവില്ലാത്ത ചില ആളുകൾ പൊതുനിരത്തിൽ വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നീട് അതിൻ്റെ പേരിൽ പക മനസ്സിലിട്ട് നടന്ന് ആക്രമണവും നടത്തും. ഇടുക്കിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ കമ്പി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ശാന്തൻപാറ പള്ളിക്കുന്നിലുണ്ടായ ആക്രമണത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാന്തൻപാറ പുത്തടി സ്വദേശികളായ രൂപൻ, മുരുകൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രധാന പ്രതിയായ മോഹനൻ ഒളിവിലാണ്. സംഭവത്തിൽ പരിക്കേറ്റ ശാന്തൻപാറ വാഴപ്പറമ്പിൽ ബിജു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെയാണ് സംഭവം. പള്ളിക്കുന്നിൽ വെച്ച് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മോഹനൻ ബിജുവുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. പിന്നീട് വൈകിട്ട് സഹോദരൻ രൂപനെയും ബന്ധു മുരുകനെയും കൂട്ടി എത്തുകയും ബിജുവിനെ മർദ്ദിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. കമ്പിവടി കൊണ്ട് ബിജുവിന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന പലരെയും കാണാറുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് വിഷമം ഉണ്ടാക്കിയേക്കാം എന്നു കരുതി അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് കൈവിട്ട കളിയാകും. കണ്ണൂരിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രത്തിനിട്ട കമൻറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ 9ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ്സുകാർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. പേരാവൂരിലെ ഒരു സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയെ 10ാം ക്ലാസ്സുകാരായ ഏതാനും പേർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 9ാം ക്ലാസ്സുകാരൻ്റെ സഹപാഠി ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലിട്ട പോസ്റ്റിൽ
10ാം ക്ലാസ് വിദ്യാർത്ഥി ഇട്ട കമൻ്റാണ് സംഭവങ്ങളുടെ തുടക്കം. ഇതുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായപ്പോൾ തർക്കം തീർക്കാൻ ഇടപെട്ട വിദ്യാർത്ഥിയെയാണ് 8ഓളം പേർ ചേർന്ന് മർദ്ദിച്ചത്. സംഭവത്തിൽ പേരാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ ഇതുപോലുള്ള ഗുണ്ടായിസം കുട്ടിക്കളിയായി കാണാനാവില്ല. കടുത്ത നടപടി തന്നെയാണ് ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.